ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചായയും കാപ്പിയും. ഇന്ന് ഇൻട്രോ പറയാൻ ഞാൻ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ വോയിസ് ഓവർ കൊടുത്തിട്ടാണ് ഇൻട്രോ എടുക്കുന്നത്. നമ്മളൊരു സ്റ്റേക്കേഷന് വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. നമ്മൾ ഷിറ്റ്സു ഫാമിലി ആയിട്ടാണ് പോണത്. സോറോ, റൂഫി, അവരുടെ ബേബി ഗേൾ മോമോൻ്റെ പാരൻസ്. അപ്പോൾ നമ്മൾ രണ്ട് ഫാമിലി ആയിട്ടാണ് ട്രിപ്പ് പോണത്. ഒരു ജസ്റ്റ് 2 nights സ്റ്റേ പോലെ. നമ്മുടെ ബാംഗ്ലൂരിൽ നിന്ന് കുറച്ച്, ഇപ്പം നമ്മളിരിക്കണതിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ട്. ഒരു ഓൾമോസ്റ്റ് 3 hours ജേർണി ഉണ്ട്. നന്ദി ഹിൽസിൻ്റെ അടുത്തായിട്ട് വരും നമ്മളിപ്പോൾ എടുത്തേക്കുന്ന സ്റ്റേ. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് ഈ സ്റ്റേ ഇഷ്ടമായി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവിടെ പോകണമെന്നുണ്ടെങ്കിൽ ഇതിലൊരു കമൻറ്റ് ഇട്ടാൽ മതി. അപ്പം ഞാനതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, ഐദർ നിങ്ങൾ കമൻറ്റ് ഇടുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി. അപ്പം ഞാൻ അതിന് നിങ്ങൾക്ക് റിപ്ലൈ അയക്കാം. ഇല്ലെങ്കിൽ ഇൻസ്റ്റയിൽ എനിക്കൊരു DM അയച്ചാൽ മതി. ഓക്കെ, बैग आप आपके साथ रखेगा? नहीं अंदर ही। हाँ, ये सब अंदर रखने के लिए। हाँ, ये पानी बोतल वो इधर डाल दो। हाँ, वो बॉक्स में ये इधर डिक्की में डाल दो। അങ്ങനെ ഞങ്ങൾ ട്രിപ്പ് തുടങ്ങി. ഫസ്റ്റ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ സർജാപൂർ റോഡിലുള്ള കൈരളി റെസ്റ്റോറൻറ്റിലായിരുന്നു കേട്ടോ. ഇതിലൊരു കോയിൻസിഡൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തതും കൈരളിയിൽ നിന്നാണ്. നമ്മൾ 2 ദിവസം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം നമ്മൾ തിരിച്ചു വരുമ്പോഴും ട്രിപ്പ് എൻഡ് ചെയ്തതും കൈരളിയിൽ നിന്ന് തന്നെയാണ് കേട്ടോ. അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, റിട്ടേൺ വരുമ്പോൾ നമ്മൾ ലഞ്ച് കഴിച്ചു ഇവിടെ. അപ്പോൾ നമ്മളുടെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും അടിപൊളിയായിരുന്നു. ഇവിടെ നിന്ന് കഴിച്ചിട്ടാണ് നമ്മൾ പോയത്. Breakfast. I felt like it was a buffet. Like, appam is there, idiyappam, parota, puri. Wow, so true. ഇടയിൽ നമുക്ക് വർത്തൂർ സൈഡിൽ കുറച്ച് ട്രാഫിക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് ഡിലേ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ പോണ വഴിക്ക് തന്നെ നമ്മൾ എങ്ങനെയെന്ന് വെച്ചാൽ ഇതൊരു ഫാം ഹൗസാണ്. ഇപ്പോൾ നമ്മൾ പോണത് ഒരു മാംഗോ ഫാം ഹൗസാണ്. ഓക്കെ, അപ്പോൾ അവിടെ കെയർ ടേക്കർ ഉണ്ട്, ബട്ട് ഫുഡ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ്. സോ നമ്മൾ എന്ത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു വെച്ചാൽ, ഇപ്പോൾ പോണ അന്ന് ലഞ്ച് നമ്മൾ പുറത്തുനിന്ന് പാർസൽ വാങ്ങിയിട്ട് പോയി. ഒരു 2 ബിരിയാണിയും കുറച്ച് കബാബും ഒക്കെ വാങ്ങിച്ചിട്ട് പോവാണ്, അവിടെ പോയിട്ട് കഴിക്കുക പറഞ്ഞിട്ട്. പിന്നെ ഡിന്നറിന് നമ്മൾ ബാർബിക്യൂ ആണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അവിടെ ബാർബിക്യൂവിൻ്റെ ഫുൾ സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കുറേ സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അരി, സവാള, പച്ചമുളക്, തക്കാളി, എഗ്ഗ്, പിന്നെന്താ അങ്ങനെ കുറച്ച് മസാലകൾ, ആട്ട, ഓയിൽ, അങ്ങനെ കുറേ, പിന്നെ ഡോഗ്സിനുള്ള എല്ലാ സാധനങ്ങളും. അങ്ങനെ നമ്മൾ ഫുൾ ട്രിപ്പായിട്ടാണ് പോണത്. കാരണം അവിടെ അടുത്തൊന്നും കടയില്ല, കുറച്ച് പോകേണ്ടി വരും. പിന്നെ നമ്മൾ കുറച്ച് ചിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് പോണത്. അപ്പോൾ ബാർബിക്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് മാരിനേഷന് വേണ്ടിയുള്ള മസാല എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ബാർബിക്യൂ ചെയ്യാനുള്ള ചിക്കനും, കുറച്ച് കറി വെക്കാനുള്ള ചിക്കനും, കുറച്ച് ഡോഗ്സിനുള്ള ചിക്കനും, ഇതെല്ലാം നമ്മൾ സ്റ്റേൻ്റെ അടുത്തുള്ള ഒരു ലോക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് പോയത്. സോ ഇപ്പോൾ നമ്മൾ വണ്ടി നിർത്തിയുള്ള ഏരിയ ഇല്ലേ, ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്ഥലത്തേക്ക് നമ്മൾ സെക്കൻഡ് ടൈമാണ് പോണത്.
ഇത്തവണത്തെ 2026 ന്യൂ ഇയർ നമ്മൾ ഇവിടെ ആയിരുന്നു വേറെ ഒരു സെറ്റ് ഓഫ് ഫ്രണ്ട്സുമായിട്ട്. അപ്പം താമസിച്ച വീടാണ് ഈ കാണുന്നത് കേട്ടോ, ഈ വലിയ വീട്. അത് കുറച്ച് കൂടുതൽ ആൾക്കാർ വരുമ്പോൾ സ്റ്റേ ചെയ്യാൻ പറ്റും. ഇപ്പം ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത് ഇവരുടെ ഒരു ന്യൂ പ്രോപ്പർട്ടിയാണ്. അന്ന് ഞങ്ങൾ വരുമ്പോൾ അത് അണ്ടർ കൺസ്ട്രക്ഷൻ ആയിരുന്നു. ഇപ്പം അതിൻ്റെ കഴിഞ്ഞു. ഞങ്ങളാണ് അവിടുത്തെ ഫസ്റ്റ് ഗസ്റ്റായിട്ട് ചെക്ക് ഇൻ ചെയ്യാൻ പോണത്. അപ്പോൾ എല്ലാം ബ്രാൻഡ് ന്യൂ ആണ്. നമ്മൾ ചെന്നതിൻ്റെ ശേഷമാണ് നമുക്ക് മൈക്രോവേവ് അവനൊക്കെ അവർ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് തന്നത്. ഒരേ ഒരു എന്താ പറയുക കുറവെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിമ്മിംഗ് പൂളിൻ്റെ ഫുൾ ഫങ്ഷനിങ് ആയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ മോട്ടർ, അതിലേക്ക് വെള്ളം അടിക്കേണ്ട മോട്ടർ കുറച്ച് കംപ്ലൈൻ്റ് ആയിരുന്നു. അതുമാത്രം അവർ കുറച്ച് അപ്പോളജൈസൊക്കെ ചെയ്തു. നമ്മൾ അതിന് ബാർബിക്യൂവിന് അങ്ങനെ നമ്മൾ എക്സ്ട്രാ പൈസ ഒന്നും വാങ്ങിച്ചില്ല അവർ. അപ്പോൾ സ്വിമ്മിംഗ് പൂളിൽ നമുക്ക് നെക്സ്റ്റ് ടൈം വരുമ്പോഴത്തേനും സെറ്റാക്കി തരാൻ പറഞ്ഞു. ഒരു പ്ലഞ്ച് പൂളാണ്, ഭയങ്കര വലുതൊന്നുമല്ല, ബട്ട് സ്റ്റിൽ വി ക്യാൻ എൻജോയ്. സോ നെക്സ്റ്റ് ടൈം നമുക്ക് അതും കൂടെ റെഡിയാക്കി തരാൻ പറഞ്ഞു. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയൊരു 1 RK സെറ്റപ്പാണ് കേട്ടോ. കയറി വന്നാൽ തന്നെ കിച്ചണും ഒരു ഹാളും പിന്നെ ഒരു ബെഡ്റൂമും വാഷ്റൂം അത്ര തന്നെ ഉള്ളൂ. ഉള്ളിലൊരു ഡബിളും ഒരു സിംഗിൾ കോട്ടും പിന്നെ ഒരു സോഫാക്കാൻ ബെഡുണ്ട്. നൈറ്റ് ആകുമ്പോൾ നമ്മൾ അതും കൂടെ അകത്തേക്ക് എടുത്തിട്ടിട്ട് നമ്മൾ 4 പേര് ഉള്ളിലാണ് കിടന്നത്. കാരണം ഉള്ളിൽ AC ഒക്കെ ഉണ്ട്. പിന്നെ അതുകൊണ്ട് സ്റ്റേ ഒക്കെ നല്ല കംഫർട്ടായിരുന്നു. പിന്നെ നല്ല നീറ്റാണ്. വാഷ്റൂം ഭയങ്കര വലുതാണ്. പിന്നെ ഡേ ലൈറ്റൊക്കെ ഉള്ളിലേക്ക് വരുന്ന പോലെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. നല്ല നീറ്റായിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ കെയർ ടേക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഓൺ കോൾ അവൈലബിൾ ആണ്. നമുക്ക് എന്ത് ക്ലീൻ ചെയ്യാനോ ഒക്കെ വേണമെങ്കിൽ വിളിച്ചാൽ അവർ വന്ന് ക്ലീൻ ചെയ്ത് തരും. പിന്നെ നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാലൊക്കെ സിങ്കിൽ പാത്രം ആയി കഴിഞ്ഞാൽ നമ്മൾ അവരെ വിളിച്ച് പറയും. അപ്പോൾ അവർ വന്നിട്ട് നമുക്ക് പാത്രം എല്ലാം കഴുകി നീറ്റാക്കി വെച്ച് തരും. സോ അതിനകത്ത് ഒരു സീനും ഇല്ല കേട്ടോ. പിന്നെ ഇത് പുതിയതായതുകൊണ്ട് തന്നെ എല്ലാ എക്യുപ്മെൻറ്റ്സും പുതിയതാണ്. ഇൻഡക്ഷൻ, മൈക്രോവേവ്, പിന്നെന്താ വാട്ടർ ഫിൽട്ടർ, AC, TV, പവർ ബാക്കപ്പ് ഉണ്ട്, വൈഫൈ ഉണ്ട്, ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ലൊരു കംഫർട്ട് സ്റ്റേ തന്നെയായിരുന്നു. പെറ്റ് ഫ്രണ്ട്ലി ആണ്. അതാണ് ദ മോസ്റ്റ് അട്രാക്റ്റീവ് തിങ് ആക്ച്വലി. കഴിഞ്ഞ തവണ വരുമ്പോഴും ന്യൂ ഇയറിന് വരുമ്പോഴും ഞങ്ങൾ സോറോ റൂഫി ആയിട്ടാണ് വന്നത്. ഇതാ ഇപ്പോൾ അവർ കെയർ ടേക്കേഴ്സ് വന്നിട്ടുണ്ട്. നമുക്ക് കുറേ പഴുത്ത മാങ്ങ ഒക്കെ ആയിട്ടിട്ടാം. പിന്നെ ഓണർ പറഞ്ഞിരുന്നു പച്ചമാങ്ങ ഒക്കെ വേണമെങ്കിൽ എന്തെങ്കിലും കുക്കിങ്ങിനൊക്കെ വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് എടുത്തോളുണ്ട്. സോറോ, മമ്മി വോയിസ് ഓവർ കൊടുക്കുക, നീ കൊടുക്കണ്ട. ഷു ക്വൈറ്റ്. പുറത്തൊരു ഡോഗ് സൗണ്ട് ഇടുന്നുണ്ട്. അതിനിവിടെ സോറോ വഴക്ക് പറയുന്നുണ്ട്.
സോ ഫസ്റ്റ് ഞങ്ങൾ പോയി ഫുൾ സെറ്റിലിംഗ് ഡൗൺ ആയിരുന്നു. പിന്നെ അങ്ങനെ ഓരോ പെഗ്ഗൊക്കെ ഒഴിച്ച് ചില്ലി എന്താണ് കബാബൊക്കെ എടുത്ത് മാങ്ങൊക്കെ കട്ട് ചെയ്ത് ചില്ലി ചെയ്തു. പിന്നെ ബിരിയാണി കഴിച്ച് പിന്നെ എല്ലാവരും ഫ്ലാറ്റായി. കാരണം ഇന്ന് ഞങ്ങൾക്ക് വേറെ പ്ലാനൊന്നുമില്ല. ഞങ്ങളിന്ന് ചില്ലിങ് ആണ്. നൈറ്റ് മാത്രം ബാർബിക്യൂ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത്രയേ ഉള്ളൂ ഫസ്റ്റ് ഡേൻ്റെ ഐറ്റിനറി. അതായത് സാറ്റർഡേ നമ്മൾ ഇത്ര തന്നെ പ്ലാൻ ചെയ്തിട്ടുള്ളൂ. आप ऐसे खाओ ना। नहीं ऐसे मेरे को पसंद नहीं है। मुझे पसंद है ऐसे खाने का। Cheers! Zoro, come here. Come. Come. Zoro, what do you want? Zoro baby. Pa vero va. അങ്ങനെ ഉള്ളിൽ പോയി നേരെ ഇത് കാണിക്കും മാങ്ങ 0.5 ഇറക്കിട്ടാൽ പോ ഉള്ളിൽ പോ നേരെ. പിന്നെ ഞങ്ങളുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സാറ്റർഡേ സൺഡേ വീക്കെൻഡ് ആണല്ലോ. അപ്പോൾ നന്ദി ഹിൽസൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും. പിന്നെ ചാബി നമ്മുടെ ഫ്രണ്ടാണെങ്കിൽ അവൾ ഇതുവരെ നന്ദി ഹിൽസ് പോയിട്ടില്ല ബാംഗ്ലൂർ വന്നിട്ട്. നമ്മൾ പ്ലാൻ ചെയ്ത് മൺഡേ കുറച്ച് ക്രൗഡ് കുറവായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് മൺഡേ സൺറൈസ് കാണാൻ പോകാം. എന്നിട്ട് പിന്നെ വന്ന് റെസ്റ്റ് എടുത്ത് ചെക്ക് ഔട്ട് ചെയ്തിട്ട് അങ്ങനെ വീട്ടിൽ പോകാം. ഇതാണ് നമ്മുടെ പ്ലാന്. സൺഡേത്തെ പ്ലാൻ മാത്രമൊന്നും ഞങ്ങൾ കൺഫേം ആക്കിയിട്ടില്ല. സൺഡേ നമ്മൾ വിചാരിച്ച് ലഞ്ചിന് വേണമെങ്കിൽ പുറത്ത് പോകാം. ഡിന്നറിനാണല്ലോ നമ്മൾ ചിക്കൻ എക്സ്ട്രാ വാങ്ങിച്ചിട്ടുണ്ട്, ചിക്കൻ ഗ്രേവി പോലെ ഉണ്ടാക്കാൻ. അപ്പോൾ ഡിന്നർ കുക്ക് ചെയ്യാം. ബ്രേക്ക്ഫാസ്റ്റിനും ഉണ്ട് എല്ലാം, എഗ്ഗും ബ്രെഡും എല്ലാം. ലഞ്ച് മാത്രം വേണമെങ്കിൽ വല്ല കഫേയിൽ അടുത്ത് ഏതെങ്കിലും കഫേയിൽ പോയി കഴിക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ നമ്മൾ സാറ്റർഡേ ഈവനിങ് കുറച്ച് ഫോട്ടോ സെഷനൊക്കെ ചെയ്തു. പ്രശാന്ത് DSLR ഒക്കെ എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ക്യാമറ ഫോട്ടോസ് എടുത്തു. പിന്നെ അവിടെ ഫാം ഫുള്ള് നമ്മൾ നടന്ന് കാണുമായിരുന്നു കേട്ടോ. പിന്നെ നൈറ്റ് ആയപ്പോൾ ഞാൻ ഓൾറെഡി ചിക്കൻ ബാർബിക്യൂ ചെയ്യാനുള്ളത് മാറിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ബാർബിക്യൂ മാസ്റ്റർ ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തു. ഫുൾ ബാർബിക്യൂ ചെയ്യാൻ തുടങ്ങി. ഇതിൻ്റെ കൂടെ കഴിക്കാൻ നമുക്ക് ഉച്ചയ്ക്ക് നമ്മൾ 2 ബിരിയാണി പറയുമ്പോൾ വാങ്ങിച്ചുള്ളൂ. ആ 2 ബിരിയാണിയിലെ റൈസ് കുറേ ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ബാർബിക്യൂ വിത്ത് ബിരിയാണി റൈസ് ആയിരുന്നു. വേണ്ടവർക്കൊക്കെ റൈസ് കഴിക്കാൻ പറഞ്ഞിട്ട്. എല്ലാവരും ഒന്നും കഴിക്കുന്നില്ല, കഴിക്കുന്നവർ. പിന്നെ ഇവിടെ ഈ ഫാമിൽ തന്നെ ഒരു 2-3 പട്ടിക്കുട്ടികളുണ്ട്.
പട്ടികൾ. അവരാണെങ്കിൽ ചിക്കൻ്റെ ഒക്കെ സ്മെല്ലടിച്ചിട്ട് ഫുൾ അവിടെ വന്ന് നിൽക്കുമായിരുന്നു. അപ്പോൾ നമ്മളെ പട്ടിക്കുട്ടികൾക്ക് എന്തായാലും കൊടുക്കാൻ പറ്റില്ല ഈ മസാല ഉള്ളത്. അപ്പം നമ്മൾ കഴിക്കാൻ സമയത്ത് പട്ടിക്കുട്ടികളെ എല്ലാവരെയും അകത്ത് വെച്ച് അടച്ചിട്ട് ഈ ഇവരുടെ പെറ്റ് ഡോഗ്സിനാണ് നമ്മളെല്ലാ ബോണും ഇതൊക്കെ കൊടുത്തത് ചിക്കൻ്റെ. അങ്ങനെ ബാർബിക്ക് 2 സെറ്റിന് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ കറക്റ്റ് 12 പീസസാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ബാക്കിയെല്ലാം കറിക്ക് വേണ്ടി കട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ 2 സെറ്റായിട്ട് നമ്മളത് ചെയ്തു. കെയർ ടേക്കർ തന്നെയാണ് കേട്ടോ വന്നിട്ട് ഫസ്റ്റത്തെ ഫയറെല്ലാം സെറ്റ് ചെയ്ത് തന്നത്. അവരെല്ലാം ഹെൽപ്പ് ചെയ്യും ഒക്കെ ചെയ്തു തരാനും അങ്ങനെയൊക്കെ. ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവർ ഫസ്റ്റ് നമ്മളിങ്ങനെ പപ്പീസ് ഉണ്ടായ സമയത്ത് ഇങ്ങനെ പപ്പീസ് ഉണ്ട് പറഞ്ഞിട്ട് ഇവിടുത്തെ സൊസൈറ്റി ഗ്രൂപ്പിൽ ഇട്ട സമയത്താണ് ഇവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നതും. ചാബിക്ക് ഭയങ്കര ഇഷ്ടമാണ് പെറ്റ്സിനെ, ഡോഗ് തന്നെ വേണം പറഞ്ഞിട്ട്. അങ്ങനെ അവൾ വന്നു. ഇതുപോലെ ഫസ്റ്റ് അവരാണ് നമ്മളെ പപ്പീനെ എടുക്കുന്നത്. 4 പപ്പി ഉണ്ടായിരുന്നത്. ഞാൻ ചോദിച്ചു മെയിൽ വേണോ ഫീമെയിൽ വേണോ ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞ് ഏത് പപ്പിയാണോ എന്നെ സെലക്ട് ചെയ്യുന്നത് ഞാൻ അതിനെ എടുക്കും പറഞ്ഞ്. എന്നിട്ട് നമ്മൾ 4 എണ്ണത്തിന് ഇങ്ങനെ വെച്ചു. അതിലത്തെ ഇപ്പം അവരെടുത്തില്ലേ മൊമ്മോ, അവളാണ് ഓടിപ്പോയിട്ട് ഇവളുടെ അടുത്തേക്ക് കയറിയത്. അപ്പോൾ അവൾ ഡിസൈഡ് ചെയ്ത് ഇത് തന്നെയാണ് എൻ്റേത് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവരെടുത്തു. മൊമ്മോ പറഞ്ഞ് പേര് വെച്ചു. മൊമ്മോ നല്ല നീളമുണ്ട് കേട്ടോ, റൂഫിൻ്റെ ഒക്കെ പോലെ. പക്ഷേ റൂഫിനേക്കാളും കുറച്ചുകൂടെ നീളം ഉണ്ടോ എന്നൊരു ഡൗട്ട്. ഹൈറ്റൊക്കെ സെയിം തന്നെ, പക്ഷെ ലെങ്ത്ത് ഉണ്ടാവുള്ളൂ കുറച്ച്. റൂഫിൻ്റെ ഒക്കെ ലെങ്ത്ത് ഉണ്ടാവും. സോറോ മാത്രമാണ് മിനി. ഇത് പിന്നെ ഞങ്ങൾ സൺഡേ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. നമ്മൾ അവൾ പായ എല്ലാം എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ കുറച്ച് മാങ്ങ, മുട്ട, ബ്രെഡ് ഇതൊക്കെ കട്ട് ചെയ്ത് എല്ലാം ഇട്ട് പുറത്തിരുന്നിട്ട് ഫ്രഷ് എയറിലിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇത് നമ്മൾ വന്ന കഫേ, ഇത് സിൽവർ ഓക്ക് കഫേ അങ്ങനെ എന്തോ ആണ് പേര് കേട്ടോ. എപ്പോഴും ഞങ്ങൾ ട്രൈബൽ കഫേയിലാണ് പോവാറ്. പക്ഷേ ഇപ്പോൾ അവിടുത്തെ ഫുഡൊന്നും ഞങ്ങൾക്ക് ഇപ്പോൾ ലാസ്റ്റ് പോയപ്പോൾ ഒന്നും ഇഷ്ടമായില്ല. അങ്ങനെ ഇവിടെ വന്നു. ഇതും ഓക്കെ തന്നെ ഉള്ളൂ കേട്ടോ, ഭയങ്കര ഹൈഫൈ ഒന്നുമില്ല. റൈസ് വാസ് സ്റ്റിൽ ബെറ്റർ. പക്ഷേ ഇതെന്താ പറയുക, നൂഡിൽസൊന്നും തീരെ കൊള്ളില്ലായിരുന്നു. ചോപ്സി നൂഡിൽസൊന്നും ഒട്ടും കൊള്ളില്ലായിരുന്നു. ആംബിയൻസ് ഉണ്ട്, നല്ല വൈബാണ്. അപ്പോൾ നമ്മളിങ്ങനെ പഴയ മെമ്മറീസൊക്കെ പറഞ്ഞ് അതിന് നമ്മൾ വന്നതും പ്രശാന്ത് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു കുറേ ബൈക്ക് റൈഡൊക്കെ ഇവിടെ. അപ്പോൾ അവൻ ബിഫോർ മാരേജ്, അപ്പോൾ അതിനെ പറ്റിയൊക്കെ പറഞ്ഞു. ഞങ്ങൾക്ക് കുറേ കഥ പറയാനുണ്ട് കേട്ടോ. അതൊരു നല്ല കോമൺ. പിന്നെ ഞങ്ങളുടെ ഇടയിൽ കുറേ കോമൺ കാര്യങ്ങളുണ്ട്. ഞാനും പ്രശാന്തും ലിബ്രയാണ് കേട്ടോ. ഞങ്ങൾ 2 പേരും ഒക്ടോബറിലാണ്, 1ഉം 14ഉം അങ്ങനെ എന്തോ ആണ്. പിന്നെ അവൻ്റെ വൈഫും സുഖിയും 1 ഡേ ഡിഫറൻസ് ഉള്ളൂ, ജാൻ 24, 25. ക്യാരക്ടേഴ്സും ചോയ്സസും ഒക്കെ നമുക്ക് കുറേ സിമിലാരിറ്റീസ് ഉണ്ട്. ഞാനും പ്രശാന്തും കുറേ വർത്തമാനം പറയും. ഞങ്ങൾ 2 പേരുമാണ് നല്ല കത്തി വെക്കാൻ ഉഷാറ്. അതൊക്കെ കഴിഞ്ഞു. ഇത് മൺഡേ രാവിലെയാണ് ഗൈസ്. നമ്മൾ വിചാരിച്ച് തിങ്കളാഴ്ച അല്ലേ നന്ദി ഹിൽസൊക്കെ കാലിയായിട്ടുണ്ടാവും, ഒരു മനുഷ്യനും ഉണ്ടാവില്ല വിചാരിച്ച് പോയതാണ്. കിട്ടി, നല്ല 8ൻ്റെ പണി കിട്ടി. നല്ല പൂരപ്പറമ്പായിരുന്നു. എന്തുകൊണ്ടാണെന്ന് എനിക്കും അറിയില്ല. ഒരു പബ്ലിക് ഹോളിഡേയും ഇല്ല. അപ്പം ഞങ്ങൾ അവിടെ കുറച്ച് ആൾക്കാരെ കണ്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞായിരുന്നു ഇപ്പം അങ്ങനെയൊന്നുമില്ല, ഇവിടെ എല്ലാ ദിവസവും ഇത് തന്നെ അവസ്ഥ. സാറ്റർഡേ സൺഡേ ഇനിയും കുറച്ച് ബുദ്ധിമുട്ടാവും, ഭയങ്കര ക്രൗഡാവും. ഇത് ഇത്രയല്ലേ ഉള്ളൂ എന്ന്. ഞങ്ങൾ ഇത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് എന്താ തോന്നിയറിയോ, ഞങ്ങൾ 2016, 19 ആ സമയത്തൊക്കെ വരുമ്പോഴത്തെ സാറ്റർഡേ സൺഡേ ഇങ്ങനെയായിരുന്നു. അതുവേ ഞങ്ങൾക്ക് ഭയങ്കര ക്രൗഡഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ എന്തായാലും അവൾക്ക് വേണ്ടി വന്നത്, അവൾ ഇതുവരെ വന്നിട്ടില്ല പറഞ്ഞിട്ട് ചുമ്മാ എല്ലാം ഒന്ന് കാണാം, ഒരു കോഫി കുടിക്കുക, ചുറ്റുക. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനെല്ലാം നമുക്ക് അവിടെ ഉണ്ട്. ഇന്നലത്തെ കുറച്ച് ചിക്കൻ കറിയും റൈസും ബ്രെഡും മുട്ടയൊക്കെ ഉണ്ട്. നമ്മൾ അതെല്ലാം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വെറുതെ സ്നാക്സൊക്കെ കഴിച്ചോളൂ. ബൺ മസ്ക, ചായ, കോഫി ഇതൊക്കെ കുടിച്ച് പിന്നെ കുറച്ച് പീസ്ഫുള്ളായിട്ട് കുറച്ച് നേരം ചിൽ ചെയ്ത് പിന്നെ കുറേ നടന്നു. ഇത് എല്ലാ തവണയും പോകുന്നതിനേക്കാളും വേറൊരു ഇതെടുത്തിട്ട് നമ്മളിതിൻ്റെ ഔട്ടർ സർക്കിൾ ഫുൾ കവർ ചെയ്തിട്ടാണ് എക്സിറ്റിൽ വന്നത്. അപ്പോൾ നമ്മൾ അത് നന്ദി ഹിൽസിൽ നടന്നത് മാത്രം ഒരു 6000+ സ്റ്റെപ്സ് നമ്മൾ നടന്നിട്ടുണ്ടാവും. കുറേ ചുറ്റിയിട്ടാണ് വന്നത്. അതൊരു നല്ല ഫീലായിരുന്നു കേട്ടോ. അങ്ങനെ ഏർലി മോർണിംഗ് ആയതുകൊണ്ടും വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ടും നന്നായിട്ടുണ്ടായിരുന്നു, നല്ലൊരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു. പക്ഷേ 4:30ക്ക് എണീറ്റതാണ് ഞാനാണ് ഫസ്റ്റ് എണീറ്റത്. എല്ലാവരെയും കൊണ്ടുപോകണം എന്നുള്ളൊരു ഉത്തരവാദിത്തത്തോട് കൂടിയിട്ട്. എന്നിട്ട് എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഉറക്കക്ഷീണമായി. ഞാൻ 4:30 എണീറ്റ് ഫ്രഷ് ആയിട്ട് പിന്നെ പതുക്കെ ഇവരനൊക്കെ എണീപ്പിച്ചിട്ടാണ് ഞങ്ങൾ ഒരു 5:45, 6 മണിയാകുമ്പോൾ എത്തിയത്. അപ്പോൾ എന്തായെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര നേരത്തെ എണീറ്റതുകൊണ്ടായിരിക്കാം എനിക്ക് ഭയങ്കര ടയർഡ്നെസ് ആയിരുന്നു. തിരിച്ചു പോയിട്ട് നല്ലൊരു ഉറക്കം ഉറങ്ങി. ഞാനൊരു 2 hours ഒരു നാപ്പ് എടുത്തു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെക്ക് ഔട്ട് ചെയ്തോളൂ കേട്ടോ.
പിന്നെ നന്ദി ഹിൽസ് പോയപ്പോൾ വേറൊരു സംഭവം ഉണ്ടായി. നമ്മൾ ഇവിടെ ഇപ്പോൾ കുറേ നന്ദിനീൻ്റെ ഔട്ട്ലെറ്റ്സ് തുടങ്ങിയിട്ടുണ്ട്, ചായൻ്റെ ഒക്കെ കഫേ പോലെ. അതിലിരുന്ന് ഞങ്ങൾ മേലെ ഇരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ താഴെ കണ്ടിട്ടുണ്ടായിരുന്നു 2 ഷിറ്റ്സു ഡോഗ്സിനെ വെച്ചിട്ട് ഒരു കപ്പിള്. അപ്പോൾ സോറോൻ്റെ വെറൈറ്റിയാണ് അവർ കേട്ടോ, ഷിറ്റ്സുവിൽ, അതായത് അധികം വലുതാവാത്ത കുഞ്ഞി സൈസ്. സോറോൻ്റെ ഏജ് ഒന്ന് 6 വയസ്സും ഒന്ന് റൂഫിൻ്റെ ഏജ് 1.5-2 വയസ്സ്. രണ്ടും കുട്ടിയായിട്ടുണ്ട്, സോറോനേക്കാളും ചെറുതുപോലെ ഉണ്ട്. അവരെ കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം നന്ദി ഹിൽസിൽ എപ്പോഴും എങ്ങനെയെന്ന് വെച്ചാൽ അവരുടെ മൂഡ് പോലെ ഇരിക്കും ഈ ഓഫീസേഴ്സിൻ്റെ, സെക്യൂരിറ്റീസിൻ്റെ. ചില സമയത്ത് അവർ പെറ്റ്സിനെ അലൗ ചെയ്യും, ചില സമയത്ത് അലൗ ചെയ്യില്ല. ഒരു തവണ ഞങ്ങൾ സ്കൂട്ടിയിൽ വന്നിട്ടുണ്ടായി, ഞാനും സുഖിയും സോറോ മാത്രം. അന്ന് ഇതുപോലെ ഞങ്ങളുടെ പെറ്റ്സ് അലൗ ചെയ്യില്ല പറഞ്ഞിട്ട് ഞങ്ങളും പോയില്ല. എവിടെ കാറില്ലല്ലോ ഇവനെ വെക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ അങ്ങനെ സ്കൂട്ടി എടുത്ത് തിരിച്ച് അപ്പുറമൊക്കെ കുറച്ച് സൈറ്റ് സീയിങ് കണ്ടിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത്തവണ ഞങ്ങൾ റിസ്ക് എടുക്കണ്ട പറഞ്ഞിട്ടാണ് വെറുതെ കാറിൽ പിള്ളേരെ വെച്ച് പൂട്ടുന്നതിന് പകരം വീട്ടിൽ AC ഒക്കെ ഇട്ടിട്ട് അവർ ചിൽ ചെയ്യട്ടെ, അവർ അവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ ഏർലി മോർണിംഗ് പറഞ്ഞിട്ട് ഞങ്ങൾ അവരെ കൊണ്ടുവരാതെ വന്നത്. പക്ഷേ ഇവർ കൊണ്ടുവന്നുണ്ടായി. പക്ഷെ വേറെ എന്ത് സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ ഇവരുടെ ഒരു ഡോഗിനെ ഒരു സ്ട്രീറ്റ് ഡോഗ് അറ്റാക്ക് ചെയ്തു. പക്ഷെ മേലൊന്നും തട്ടിയില്ല, മുടിയുള്ളതുകൊണ്ട് മുടിയിലൊന്ന് കടിച്ച് കുടഞ്ഞു. മുറിയൊന്നും ആയിട്ടില്ല. പക്ഷെ ഞാൻ ഭയങ്കര പാനിക്കായി, ഓടിപ്പോയി പിടിച്ചു എടുത്തു. പിന്നെ നമ്മൾ അവരോട് പറഞ്ഞു വെറ്റിൻ്റെ അടുത്ത് പോയി ഒരു ഇഞ്ചക്ഷൻ എന്തായാലും ഇടാൻ പറഞ്ഞു. പപ്പി റൂഫിൻ്റെ ഏജ് അവൾ നല്ലോണം പേടിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇതാണ് നമ്മളുടെ ഒരു വലിയ സ്റ്റേക്കേഷൻ വ്ളോഗ്. മാക്സിമം ഞാൻ ചുരുക്കാൻ നോക്കി. ഇതിലും ചുരുക്കി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്കിത് ഫ്യൂച്ചറിൽ കാണുമ്പോൾ മെമ്മറി എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ബാക്കിയൊക്കെ എവിടെയെന്ന് തോന്നും. അതുകൊണ്ട് ഞാൻ ഭയങ്കരമായിട്ടൊന്നും കട്ട് ചെയ്തിട്ടില്ല, എന്നാലും കുറേയൊക്കെ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ടാണ് ഇട്ടുള്ളത്. നിങ്ങൾക്ക് ബോറടിച്ചിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഓരോ കമൻറ്റ് ഇടുമ്പോഴും നമ്മുടെ വീഡിയോന് കുറച്ച് റീച്ച് കിട്ടും. സോ പ്ലീസ് ഡു കമൻറ്റ്, സപ്പോർട്ടേഴ്സ്. ഞാൻ ഇനിയും റെഗുലറായിട്ട് വീഡിയോസ് ഇടാൻ നോക്കുക. നമുക്ക് കെയർ ടേക്കർ ചക്ക തന്നിട്ടുണ്ടായി, മാങ്ങ തന്നിട്ടുണ്ടായി. നമ്മൾ ഒരു വില്ലേജിൽ നിന്ന് നമ്മൾ അമ്മ വീട്ടിൽ നിന്ന് തിരിച്ചു വരൂല സിറ്റിയിലേക്ക്, അതേ ഒരു പ്രതീതിയായിരുന്നു. വണ്ടി മുഴുവൻ ചക്ക മണം മാങ്ങ മണം ആയിട്ടാണ് നമ്മൾ തിരിച്ച് എത്തുന്നത്. സോ സീ യു ഓൾ ഇൻ നെക്സ്റ്റ് വീഡിയോ. ടാറ്റ, ബൈ ബൈ, ലവ് യു ഓൾ.